മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം 2025 ജൂൺ 16 തിങ്കളാഴ്ച മുതൽ 22 ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ശുക്രൻ മേടം രാശിയിലും സൂര്യൻ, ബുധൻ, ഗുരു എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിലും, ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച കുംഭം, മീനം, മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, സാമ്പത്തിക സ്ഥിതി, ദാമ്പത്യം, ആരോഗ്യം എന്നിവ കാരണമൊക്കെ ആകാനാണ് സാധ്യതകൾ. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഈ സമയത്ത് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ്. വിരോധികൾ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും. സ്റ്റേഷനറി, പച്ചക്കറി, തട്ടുകട, ബ്യൂട്ടി പാർലർ മാതിരി ചെറിയ കച്ചവടങ്ങളും ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും എല്ലാം തന്നെ അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ നല്ല വർധനമുണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുന്നതുമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കുറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ വലിയ നിക്ഷേപങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്തിരിക്കണം. വീട് പണികൾ ചെയ്യുന്നവർക്ക് അതിൽ ചില്ലറ തടസ്സങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആരുടെ പക്കൽ നിന്നും പൈസ കടമെടുക്കാൻ പാടില്ല. അതുപോലെ ആർക്കും പൈസ കടം കൊടുക്കുവാനും പാടില്ല. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ്. ഈ സമയത്ത് ഒരു മനഃശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ഇൻകം വർദ്ധിക്കും. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ആശ്വാസം നൽകുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും ഇൻ്റർവ്യൂ, പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. എങ്കിലും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1 പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ഇളയ സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ഓഫീസിൽ സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. യാത്രകൾ ഈ സമയത്ത് കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അയൽക്കാരുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. വീട്ടിലേക്ക് ആഡംബര വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതുമായിരിക്കും.
ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും. ഓഫീസിൽ സഹപ്രവർത്തകരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആഴ്ചയുടെ മധ്യസമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാനുള്ള കഴിവ് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. വീക്കെൻഡിൽ കുടുംബാതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് അല്പം ടെൻഷൻ വർദ്ധിക്കുവാനിടയുണ്ട്. കരിയർ, ബിസിനസ് എന്നിവ സാമാന്യ രീതിയിൽ നടന്നു പോകുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും. സാമൂഹിക രംഗത്ത് ആക്റ്റീവായിരിക്കും. ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. സുഹൃത്തുക്കളുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതുമായിരിക്കും. എങ്കിലും കുംഭം രാശിയിൽ ഗ്രഹണദോഷം സംഭവിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. അതുപോലെ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെയോ ബന്ധുക്കളുടെയോ ആരോഗ്യ പ്രശ്നം കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും. ഇതും ചിലവുകൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുവാൻ അല്പം വിഷമമായിരിക്കും. കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ 1-ാം പാർട്ടിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.